കോട്ടയം ജില്ലയിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്ത് പാടത്ത് ജോസഫിന്റെയും മരിയയുടെയും നാലാമത്തെ മകളായി 1910 ഓഗസ്റ്റ് 19 ജനിച്ചു. അന്നക്കുട്ടി എന്ന പേര് മകൾക്ക് നൽകി. കുളമാറൂർ പള്ളിയിൽ മാമോദീസ നൽകി. അമ്മയുടെ മരണശേഷം വല്യമ്മ ത്രേസ്യമ്മയായിരുന്നു കുഞ്ഞിനെ പരിപാലിച്ചത്. ദൈവഭക്തിയിലും നന്മയിലും അവൾ വളർന്നു. 1917 നവംബർ 27 കുടമാളൂർ പള്ളിയിൽ അന്നക്കുട്ടി അതികുർബാന സ്വീകരിച്ചു. കൗമാര പ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയുടെ സൗന്ദര്യം എല്ലാവരിലും അസൂയ ജനിപ്പിച്ചവയായിരുന്നു. അവളെ വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. എന്നാൽ ഈശോയുടെ തിരുമുറിവിനെ ഓർത്ത് എന്നെ വിവാഹത്തിന് നിർബന്ധിക്കല്ലേ എന്നപേക്ഷിച്ചു. തന്റെ ശരീരം വികൃതമായാൽ വിവാഹം നടക്കില്ല എന്ന് വിശ്വസിച്ച അവൾ കുമിത്തിയിൽ ചാടി തീയിൽ മുട്ടോണം താന്നു പോകുകയും ഒരുപാട് പൊള്ളലേക്കുകയും ചെയ്തു. ഈ രംഗം കണ്ട് അന്നക്കുട്ടിയുടെ പിതാവ് ഹൃദയം കൊണ്ട് കരഞ്ഞു. 1927 ഭരണകാലം ക്ലാര മഠത്തിൽ ചേരുമ്പോൾ അവളുടെ അറുതിയില്ലാത്ത ആഗ്രഹം സഫലീകൃതമായി. 1928 ശൂരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൺസ എന്ന നാമം സ്വീകരിച്ചു. 1930 മെയ് 19 ഭരണകാലം ഫൊറോണ പള്ളിയിൽ വെച്ച് സഭാവസ്ത്രം സ്വീകരിച്ചു. 1936 ആഗസ്റ്റ് 12 ചങ്ങനാശ്ശേരി വടത്തിൽ വെച്ച് നിത്യവൃത വാഗ്ദാനം നടത്തി. പിന്നീട് രോഗപീഠകൾ വിട്ടുമാറാതെ അൽഫോൺസയെ അലട്ടി. എല്ലാ വേദനയും കർത്താവിന് സമർപ്പിച്ചു. ദൈവത്തെ കുരുപൊട്ടി വലിയ വ്രണമായി. പനിയും ചുമയും വർദ്ധിച്ചതിനാൽ അൽഫോൺസ തന്റെ കട്ടിൽ പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. 1946 ജൂലൈ 28 അൽഫോൺസാമ്മ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1953 ഡിസംബർ 2 ദൈവദാസിയിലും 1984 നവംബർ 9 ധന്യ പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. 40 വർഷങ്ങൾക്കു ശേഷം 1956 ഫെബ്രുവരി 8 അൽഫോൺസമ്മയെ ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1 അൽഫോൺസമ്മയെ വിശുദ്ധ പദ്ധതിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12 മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൺസമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു.